ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന 2 വീഡിയോയും നമ്മൾ ഹോസ്പിറ്റൽ വ്ളോഗ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരാഴ്ചത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞോളം ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ. ഒരു 6 മണി സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ പോവാം, എന്നിട്ട് ചായക്ക് കടിയും ചോറൊക്കെ ആയിട്ട് തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനേ. അപ്പോൾ നമ്മൾ 2 വീലറിനാണ് പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മൾ കൊച്ചിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോളുടെ കുറച്ച് എന്താ പറയുക നിക്കറും ഒക്കെ എടുത്തിട്ടാണ് പോണത്. നമ്മൾ മാക്സിമം നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല, ഡയപ്പർ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം അവർക്ക് അത്ര അലർജിയൊക്കെ ആയിരിക്കുമല്ലോ. കുറേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കണ്ടിന്യൂസ് അതൊക്കെ വെച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. കുഞ്ഞു മക്കളല്ലേ, അവർക്ക് പറയാനും പറ്റത്തില്ലല്ലോ. അപ്പം മാക്സിമം ഞാൻ വെക്കാറില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഒരു പ്രായത്തിലാണെങ്കിൽ കൂടെ അവർ യൂറിൻ പാസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് നിക്കർ കഴുകാനായിട്ട് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറൊന്നുമില്ല. ഞാനതൊക്കെ കഴുകലാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി, പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് അങ്ങ് വരണം. ഞാൻ വന്ന സമയത്ത് നമ്മുടെ അയാൻ ദിവാങ്കോട്ടുമ്പോൾ കിടന്ന് ഉറങ്ങണു. ബാക്കി 2 പേരും കൂടെ കിടക്കുന്ന ഉറങ്ങണു. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വെളുപ്പിനൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ട് കിടന്നതായിരിക്കാം മുഹമ്മദും അതുപോലെ തന്നെ സാലിയും അയാനും ഒക്കെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വാപ്പ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം മീൻ എടുത്തു. അതൊക്കെ ഒന്ന് ഐസൊക്കെ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ ഇടിയപ്പം അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടിയപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളില്ലാത്ത സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളൂല്ലോ. നമ്മളില്ലാന്ന് കാണുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടം കൂടി അല്ലെങ്കിൽ പിന്നെ അവർ കഴിക്കാതെയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിയപ്പം വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊതുവേ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കൽ അത്ര വലിയ ഭാരമായിട്ട് തോന്നാറുമില്ല കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇടിയപ്പം വല്ലപ്പോഴൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ. അതെന്തോ വലിയൊരു സംഭവമാണ് അത് ഉണ്ടാക്കലെന്നായിരുന്നു എൻ്റെയൊക്കെ ഒരു ധാരണ. ഇപ്പോഴും എൻ്റെ ഉമ്മയൊക്കെ കൂടുതലും പുട്ട് തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഏറ്റവും എളുപ്പം അതാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കൽ എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ എളുപ്പമാണ്. മക്കൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇടിയപ്പം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വീട്ടിലുണ്ടാക്കാറ്. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അങ്ങ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. ആ ഒരു വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടി വെക്കും. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്നതിൽ ലൂസാക്കിയിട്ടാണ് ഞാൻ ഇടിയപ്പത്തിന് മാവ് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഞാനവിടെ മൂടി വെച്ച് കൊടുക്കും കേട്ടോ. മൂടി വെച്ചില്ലെങ്കിൽ നമ്മുടെ പൊടി ഡ്രൈ ആയി പോകും. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അത് എടുക്കത്തുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരവിയെടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക പണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇടിയപ്പത്തിന് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പം തേങ്ങാപ്പാലും കൂടെ. അപ്പോൾ കൂടുതലും മാക്സിമം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഇപ്പം കറി ഉണ്ടാക്കിയാലും അതും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട്, പിന്നെ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഒന്നും വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങാപ്പാൽ തന്നെ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി കഴുകി ഇട്ടു കേട്ടോ നമുക്ക് ചോറിനുള്ളത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലോട്ട് കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഞാൻ ഇതേ കുറച്ച് അപ്പോഴേക്കും നമ്മുടെ മീനിൽ ഐസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ വെക്കാനൊന്നും സമയമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറുത്തൊക്കെ എടുക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇടിയപ്പമൊക്കെ അതേ ഇവിടെ വേഗം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ തേങ്ങ ഞാൻ അടിയിലിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് പ്രസ് ചെയ്തിടാണ് കേട്ടോ. ഇനി ആ ഒരു ഇടിയപ്പം ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ പോയിട്ട് നമ്മുടെ ചേമ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചീരച്ചേമ്പാണ് കേട്ടോ, സാധാ ചേമ്പല്ല, കിഴങ്ങുണ്ടാകുന്ന ചേമ്പല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നു. ഇനി ഇതൊന്ന് നന്നാക്കിയിട്ട് നമ്മൾ താള് നന്നാക്കും പോലെയൊക്കെ തന്നെ, നമ്മൾ സാധാ ചേമ്പ് നന്നാക്കും പോലെയൊക്കെ തന്നെ നന്നാക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇലയും അതുപോലെ തണ്ടും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇവിടെ പിള്ളേർക്കും ഇക്കാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ അത് ആവി വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നടുവശത്തെ. അതിനുശേഷം ഏറ്റവും താഴത്തെയും അതുപോലെ ഏറ്റവും മുകളിലത്തെ ലെയറും കൂടി ഞാൻ വെച്ച് കൊടുക്കുകയാണ്. മൂന്നും കൂടെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. മൂന്നും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പമൊക്കെ അങ്ങ് പതിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരെണ്ണം വയ്ക്കും, പിന്നെ രണ്ടെണ്ണം വയ്ക്കും, അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇളയാൾക്ക് ഒരെണ്ണം, രണ്ടാമത്തെ ആൾക്ക് രണ്ടെണ്ണം, മൂന്നാമത്തെ ആൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അവന് വേണമെങ്കിൽ മൂന്നെണ്ണമൊക്കെ കഴിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മധുരയിട്ട് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് കഴിച്ചും കഴിയും കേട്ടോ. കറിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് അവർ കഴിച്ച് കഴിയുള്ളൂ. നമ്മുടെ മുഹമ്മദിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാൻ മുഹമ്മദിന് ഇതാണ് കൊടുക്കാറ്. കാരണം അവൻ ആൾ ചെറുതായതുകൊണ്ട് തന്നെ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതലും ചിലപ്പോൾ ഞാൻ അവന് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ പിള്ളേർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ ഒരു താളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനാണ് കേട്ടോ. താളിൻ്റെ ആ മുകളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ കീറി ഇങ്ങനെ ചീന്തി എടുക്കും. പിന്നെ ഇലയുടെ ഒന്നും കളയത്തില്ല കേട്ടോ. ഇല ഫുള്ളായിട്ട് നമ്മൾ ചീരയൊക്കെ അരിഞ്ഞെടുക്കും പോലെ അരിഞ്ഞെടുക്കും കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ അരിയുന്നത് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടിയപ്പമൊക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പത്തിന് തേങ്ങാപ്പാൽ. എൻ്റെ ഇഷ്ടമാണ്, ഞാൻ പിള്ളേർക്കും കൊടുത്ത് ശീലിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് ഇഷ്ടമല്ല, മധുരം കഴിക്കണ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്ക് മോരുകറി മതി. മോരുകറി ഇക്ക ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് മോരുകറിയാണ് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ മോരുകറി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തത് മോരുകറി ഇനി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ മോരുകറി അങ്ങനെ എടുക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കാക്കാണെങ്കിൽ മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചത്തേക്കും രാവിലത്തേക്കും രാത്രിത്തേക്കും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് മോരുകറി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു വലിയ കുപ്പിയിലേക്ക് ഞാൻ ഫുള്ള് മോരുകറി മാറ്റിയിട്ടോ. ഇനിയിപ്പോൾ ചോറ് എടുക്കുകയാണ്. അപ്പോൾ റേഷനരി ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് ചോറ് വെന്തിട്ട് പോകണമല്ലോ. അപ്പോൾ വെള്ളരിയാണ് ഇട്ടേക്കണം. അപ്പോൾ നല്ല ഒട്ടും പശയില്ലാതെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റേഷനരി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി അങ്ങ് കളയും കേട്ടോ. ആ ഒരു വെള്ളം ഒരു 2-3 പ്രാവശ്യത്തോളം ഞാനിത് നന്നായിട്ട് കഴുകും. എന്നിട്ടാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇതുപോലെ ഒട്ടി പിടിക്കാതെ വിട്ട് കിട്ടും കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ഒക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇക്കടെ ഓഫീസിൽ മാഡം ഉണ്ടാക്കി കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ച് വന്നിട്ട് എന്നെ കൊണ്ടും ഉണ്ടാക്കിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. ഞങ്ങളും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. പിന്നെ നമ്മളിത് ആ ഒരു ചേമ്പ് ചീര തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കാനായിട്ടാ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യണത്. അപ്പം കാരണം നമുക്ക് കുഞ്ഞോളം അവിടെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ ചെല്ലോം വേണം. അതുകൊണ്ട് ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളിത് തോരലിൽ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞോളം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ആൾ ഭയങ്കര കരച്ചിലാണെന്നും പറഞ്ഞ് ഇക്കാനെ വിളിച്ചു കേട്ടോ. ആളുടെ പുകയിരിക്കണമൊക്കെ അന്ന് നമ്മൾ എന്താ പറയുക, കുഞ്ഞോളം അങ്ങനെ ഇട്ടിട്ട് വീട്ടിൽ പോയതിന് ശേഷം പിന്നെ പുള്ളിക്കാരി ഞാൻ എവിടെയെങ്കിലും പോയാൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതിനുശേഷം പിന്നെ എനിക്കൊരു സ്ഥലത്തും പോകാൻ പറ്റുന്നില്ല. ആൾ എൻ്റെ അടുത്ത് നിന്ന് മാറാണ്ടായിപ്പോയി. ആൾ പേടിച്ചു പോയി തോന്നുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ എന്നെ കണ്ടില്ലല്ലോ. ഹോസ്പിറ്റലിൻ്റെ ആ റൂമിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇക്ക എടുത്തിട്ട് സമ്മതിച്ചില്ല, നഴ്സുമാരൊക്കെ എടുത്തിട്ട് സമ്മതിച്ചില്ല. പക്ഷെ ഞാനപ്പോഴേക്കും ചെന്നോട്ട്, ആൾ കരഞ്ഞപ്പോഴേക്കും ഞാൻ ചെന്നു. പിന്നെ ഇക്ക ചായ കുടിക്കുകയാണ്. ഞാൻ ചെന്ന് കുഞ്ഞോളെ എടുത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞോളെ ഹാപ്പിയായി. പിന്നെ ഇക്ക ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുഹമ്മദിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ മുഹമ്മദിനെയൊക്കെ കൊണ്ടുപോയി വിട്ടളാന്ന് പറഞ്ഞു അങ്കൻവാടിയിൽ. അപ്പോൾ അതുകൊണ്ട് ആളുണ്ട്. അപ്പോൾ ആൾക്ക് ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇക്ക ചായ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് മുഹമ്മദിനെ അങ്കൻവാടി കൊണ്ടുപോയി ആക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കൈയും കൂടി മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ റൂമിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇക്കടെ കൂടെ കുറച്ച് നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും കൂടെ താഴോട്ട് പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ മരുന്ന് മേടിക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. ഇക്ക തന്നെ മരുന്ന് മേടിച്ചു. കുഞ്ഞോളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ പോന്നു. ഇവിടെ നമുക്ക് മെഡിസപ്പൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് പൈസ ഒക്കെ കൊടുക്കണം കേട്ടോ മരുന്നിനായിട്ട്.
ആ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ശനിയാഴ്ചയായിരുന്നു കേട്ടോ ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആയിരുന്നു പിള്ളേർക്ക് ട്യൂഷനല്ല മദ്രസ കേട്ടോ. അപ്പോൾ മദ്രസയിൽ പിള്ളേരെ വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി ചോറൊക്കെ വിളമ്പി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ മൂത്ത ആളാണ് കേട്ടോ ഇത്, സാലീനയും കൊണ്ടാണ് അപ്പോൾ ഇക്ക വന്നേക്കണേ. ഇക്ക ഇതിൻ്റെ ഇടയ്ക്ക് വിളിക്കാനായിട്ട് പോയിട്ടോ, പിള്ളേരെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മദ്രസ 12 മണിയാകുമ്പോൾ വിടും. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞോളും സാലിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അയാന് കുറേ എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളിൽ എഴുതാനും അസൈൻമെൻറ്റും ഇതിൻ്റെ ഇടയിലൂടെ അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് അതൊന്നും നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് എഴുതാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു കേട്ടോ. ഊണിന് നിങ്ങൾ കണ്ടല്ലോ കറികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. പിള്ളേരെ പഠിപ്പിക്കലും അവരുടെ അസൈൻമെൻറ്റൊക്കെ നോക്കലും ചെയ്യിക്കലൊക്കെ അങ്ങനെ സമയം ഒരുപാട് അങ്ങ് പോയിട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയി. ആ സമയത്ത് നമ്മുടെ സാലിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷന് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ മുഹമ്മദിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. വന്ന സമയത്ത് കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പത്തിരി, പിന്നെ അതുപോലെ തന്നെ വെട്ടി കേക്ക്, പിന്നെ അവർക്ക് ജ്യൂസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് അങ്ങനെ മേടിക്കാറൊന്നുമില്ല വീട്ടിൽ, വല്ലപ്പോഴൊക്കെ അവർ നിർബന്ധിച്ചാൽ മാത്രം മേടിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇതുപോലത്തെ പാക്കറ്റ് ജ്യൂസുകളൊന്നും മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ അവർക്ക് മാംഗോയുടെ ജ്യൂസും വാങ്ങി. പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായയും പിന്നെ ഈ ഒരു വെട്ടി കേക്കും എടുത്ത് കഴിച്ചു. പിന്നെ വെട്ടി കേക്കാണെങ്കിലും പത്തിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചു. അങ്ങനെ സാലിയുടെ ട്യൂഷൻ കഴിഞ്ഞ് സാലി വന്നു കേട്ടോ. അപ്പോൾ അതെ ഞാനും സാലിയും കൂടെയും കുഞ്ഞോളെ ആവി പിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവൻ താഴോട്ട് നോക്കാൻ കേട്ടോ. ശരിക്കും നമുക്ക് പേടിയാവും കേട്ടോ. ഒരു എന്താ പറയുക, ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മളങ്ങ് ചാടി പോകുമ്പോഴേക്ക് നമുക്ക് തോന്നും. അത് തന്നെ ഞാനങ്ങനെ വല്ലാണ്ട് നോക്കണമെന്നില്ല. അപ്പോൾ സാലി അത് നോക്കിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനും സാലിയും കൂടെ കുഞ്ഞോളെ ആവി പിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ആവി പിടിക്കാനൊക്കെ ആയിട്ട് അവൻ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി ആക്കി കേട്ടോ. എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ച് നേരം പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഉച്ചയ്ക്ക് കൊണ്ടുവന്ന കറികളും ചോറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും വിശേഷങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്.